ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണോ എല്ലാവരും? ഞാനതേ രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങൾ, ഇടയ്ക്കിടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. നമ്മൾ ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്ന സീസണാണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു കറി അങ്ങോട്ട് വെച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കുറച്ച് മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിലെടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ കറികളും എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഉള്ളതുപോലെ തന്നെ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയും പല രീതിയിലും പല വിധത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഓരോ നാട്ടിൽ ചിലപ്പോൾ ഓരോ രീതിയിലായിരിക്കും. ബ്രാഹ്മണന്മാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ അതുപോലെ വേറെ ആൾക്കാരുണ്ടാക്കണം, അങ്ങനെ ഓരോന്നിനും ഓരോ രീതി ഉണ്ടായിരിക്കും കേട്ടോ. ഇല്ലത്തുണ്ടാക്കണതൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ പറയാം കേട്ടോ. അത് ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ നല്ല പഴുത്ത മാങ്ങയൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തു. അതിന് ശേഷം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ഒരു കഷ്ണം ശർക്കര, എന്താ പറയുക, ഒരു ആണി മുഴുവനില്ല, അതിൻ്റെ പകുതി ശർക്കര എടുത്തിട്ട് അതും കൂടി ഒന്നിട്ടിരിക്കണം. ഒന്ന് മധുരം ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലപ്പോൾ നല്ല മധുരം ഇല്ലാത്ത മാങ്ങയൊക്കെ ഉണ്ടായിരിക്കില്ലേ. ഇതിന് നാടൻ മാങ്ങയാണ് കേട്ടോ കൂടുതൽ നന്നായിരിക്കുക. അപ്പം അങ്ങനെ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടി വെച്ചു. പിന്നെ നമ്മളിത് കുക്കറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അല്ലാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ പക്ഷേ കുക്കറിൽ വെച്ചു എന്നേ ഉള്ളൂ. കുക്കറിൽ വെച്ച് വിസിലടുപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. പാത്രം കുക്കറിൻ്റെതാണ് എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെന്തുടഞ്ഞ് വരില്ലേ, അത് നമുക്ക് ഇളക്കി നോക്കുന്ന സമയത്ത് മനസ്സിലാകും. അങ്ങനെ അത് റെഡി ആയപ്പോഴേക്ക് തേങ്ങ ചിരവിയത് എടുത്തു. അതുപോലെ തന്നെ കുറച്ച് ജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ, അതും അതുപോലെ പച്ചക്കടുകും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കുരുമുളക് ചേർക്കുന്നവരുണ്ട്, അതുപോലെ പച്ചക്കടുക് ചേർക്കാത്തവരുണ്ട്, ജീരകം ചേർക്കാത്തവരുണ്ട്. അങ്ങനെ പല രീതിയിലും ഓരോ നാട്ടിൽ വ്യത്യസ്തമായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയൊക്കെ വെക്കാവുന്ന സംഭവമാണ് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് വെക്കണത്. ഇല്ലങ്ങളിലൊക്കെ ഇങ്ങനെയാണ് വെക്കണത് കേട്ടോ. എങ്കിൽ കൂടി ഇപ്പോൾ നമുക്ക് ഏത് രീതിയിലും വെക്കാമല്ലോ, ഇല്ലത്തായാലും വേറെ രീതിയിലൊക്കെ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് കാര്യമായിട്ട് പറയാനൊന്നും പറ്റില്ല, ഇവർ വെക്കണോ അവർ വെക്കണോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വെക്കണത്, പണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണ് വെച്ചെടുക്കണത് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതിന്. ശർക്കര ചേർക്കാത്തവരുണ്ട്, പഞ്ചസാര ചേർക്കുന്നവരുണ്ട്, പഞ്ചസാരയും ശർക്കരയും ചേർക്കാത്തവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പക്ഷേ ഇവിടെ പണ്ട് മുതലേ ഉള്ളൊരു രീതി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിലേക്ക് ആ അരപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് കടുക്, മുളക്, ഉലുവ, പിന്നെ എന്താണ് കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഞാൻ മാമ്പഴ കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇത് ഞാനൊരു 2 ദിവസം മുന്നേ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ, മാങ്ങ ഉണ്ടാക്കുന്നത്. അതൊരു ദിവസത്തെ വീഡിയോ ആയിരുന്നേ. അന്ന് ഞാൻ വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ ആ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് പുറത്തൊക്കെ പണി ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അപ്പൂസിനൊരു കൈക്കോട്ട് തൂമ്പ കിട്ടിയിട്ടുള്ളതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. ആളതവിടെ ഏട്ടൻ കാട് വെട്ടി അവിടെ ചെത്തി കോരുന്ന ആ ഒരു ടൈമിൽ അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. അവനവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിങ്ങനെ ആ പൈപ്പിൻ്റെ അറ്റത്ത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്തപ്പോൾ അത് തൂമ്പയാണെന്ന് പറഞ്ഞ് അവിടെയൊക്കെ ഇരുന്ന് കളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പൂസ്. അപ്പം അങ്ങനെ നമ്മുടെ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കാണിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നേ. അപ്പോൾ വൈകുന്നേരം നമുക്ക് മഴ, ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല രീതിയിൽ മഴ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇരുട്ട് മൂടി ആകെ നല്ല രീതിയിൽ ഇടിയൊക്കെ വെട്ടി മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അടിച്ചു വരാൻ വേണ്ടി വന്നതാണ്. അപ്പൂസതേ ഞാൻ വന്നതറിഞ്ഞു.
എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളിപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുല്ലൊക്കെ ഒന്ന് ചെത്തി കോരണം എന്നുള്ളത്. ഇതൊക്കെ ചെത്തി കോരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ചില വീഡിയോസ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എടുക്കാൻ മറന്നു പോവും. ആ കാര്യം ചെയ്ത് വേഗം അങ്ങോട്ട് തീർക്കണം എന്നുള്ളൊരു എന്താ പറയുക മനസ്സോടെയാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ ഉണ്ടായിരിക്കില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അയ്യോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലല്ലോ, ഇതും കൂടെ അതിൻ്റെ ഇടയ്ക്ക് വേണമല്ലോ എന്നുള്ളത് ചിന്തിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ വിട്ടു പോകാറുണ്ട് കേട്ടോ. നമ്മളാ വിട്ടു പോകുന്ന കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധയിൽ വരില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്യുന്ന സമയത്ത് ഇപ്പം അടുക്കളയിലാണ് ഞാൻ പോകുന്നത് എങ്കിൽ എനിക്കത് ഓർമ്മയുണ്ടാകും കേട്ടോ. വീഡിയോ എടുക്കുന്ന കാര്യം, ഫോട്ടോസ് എടുക്കുന്ന കാര്യമൊക്കെ എനിക്ക് അടുക്കളയിലത്തെ കാര്യങ്ങളാണെങ്കിൽ ഓർമ്മ ഉണ്ടാവും. പക്ഷേ എൻ്റെ അടുക്കളയിലുള്ള കാര്യങ്ങൾ അത്ര ക്ലിക്ക് ആവാത്തത് കൊണ്ട് തന്നെ അധികം ഞാൻ അതങ്ങോട്ട് ചെയ്യാറില്ല. അപ്പോൾ ഇത് പുറത്തുള്ള കാര്യമാണെന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കും. ഇപ്പം ഞാൻ അവിടെ ചെത്തിക്കോരണ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വിട്ടുപോയി, കണ്ടില്ലേ. ആ സമയത്ത് ഞാൻ ഫോണും ക്യാമറയും ഒന്നും എടുക്കാത്ത. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്താണെന്നറിയോ, അപ്പൂസ് അടങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാനിനി എന്താ പറയുക അതിനിടയ്ക്ക് അവൻ എൻ്റെ കൂടെ വരണ്ട, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഞാൻ ഓരോ കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വിചാരിച്ച് പോകുമ്പോഴാണ് സത്യത്തിൽ ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി, വീഡിയോസ് എടുക്കാൻ വേണ്ടിയൊക്കെ മറന്നു പോണത് കേട്ടോ. അപ്പം അങ്ങനെ ഏതായാലും ഞാൻ അതൊക്കെ ഒന്ന് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും കുറേ വീഡിയോസിൽ അപ്പൂസിൻ്റെ കൂടെ നിൽക്കുന്നതും കളിക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പം ഞാൻ അവനാണെന്നുണ്ടെങ്കിൽ എനിക്ക് നോർമൽ സൗണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ എങ്ങനെയായാലും അപ്പൂസ് എന്നോട് എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു എന്താ പറയുക അവർ ചോദിച്ച കാര്യം തന്നെ വീണ്ടും 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 ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം അത് കേൾക്കുന്നവർക്ക് നമുക്കത് പ്രശ്നമൊന്നുമല്ല കേട്ടോ. പക്ഷെ ചിലപ്പോൾ അതിങ്ങനെ കേൾക്കുന്നവർക്ക് ഇതെന്താ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണേ സൗണ്ട്, ഇതിങ്ങനെ കേൾക്കാനിരിക്കുകയാണോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചാലോ അല്ലെങ്കിൽ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ അങ്ങോട്ട് ആ ഒരു സൗണ്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നോർമൽ സൗണ്ട് കൊടുക്കാതെ എപ്പോഴെങ്കിലും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷെ അത് നടക്കില്ല എപ്പോഴും. ഇപ്പം ഞാനൊരു നോർമൽ സൗണ്ട് കൊടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതുപോലെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ അധികം വോയിസ് കൊടുക്കാതിരിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻകം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു വീഡിയോ ഇതുവരെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അത് കാരണമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ ഞാൻ ഇത് പറയുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് അതിനായിട്ടൊരു വീഡിയോ ഏത് എടുക്കാൻ പോകുന്നൊരു വീഡിയോയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ പുറത്തേക്ക് പോയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാവധാനം അതൊക്കെ ചെയ്യുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് നിങ്ങളെ അറിയിക്കണം എന്നും കൂടെ തോന്നിയപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ചെയ്തു പറഞ്ഞു എന്നേയുള്ളൂ കേട്ടോ. അപ്പോൾ അത് കേട്ട് കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതിന് ശേഷം എനിക്കുണ്ടായിരുന്ന കുറച്ച് പരിപാടികളായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇത് വൈകുന്നേരം ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:45 5 മണിയോടെ അടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് സോയാബീനൊക്കെ ഞാൻ നേരത്തെ തന്നെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി എടുക്കാനുണ്ട്. പിന്നെ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ഉപ്പേരി തികയില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് രാവിലെ ഉണ്ടാക്കിയത്. ഞാൻ കുറച്ചും കൂടെ ഉപ്പേരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മീനൊക്കെ വറുത്ത് വെക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പണി തീർക്കാമെന്ന് വിചാരിച്ച് വിളക്ക് കാണിക്കുന്ന ആ ഒരു ടൈമിലും കൊണ്ടുപോയിട്ട് മീൻ വറുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ മീൻ വറുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ മഴ ഇടിയൊക്കെ വരുന്നതുകൊണ്ട് എപ്പോഴാണ് കറണ്ടിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് നേരത്തെ തീർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി കൂട്ടുകാരുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണമെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ തെങ്ങൊന്ന് മുറിക്കാനുണ്ട്, പക്ഷെ അത് നടന്നിട്ടില്ല. അപ്പുറത്തെ തൊടിയിൽ ഒരു തെങ്ങ് മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അവിടെ മനുവും അപ്പൂസും കൂടെ ഗുസ്തി കളിക്കണോണ്ട് എനിക്ക് അതിൻ്റെ സൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതാണ് സംഭവം കേട്ടോ. ഇത് കണ്ടില്ലേ. അപ്പോൾ അവിടെ മിഷ്യൻ വെച്ചിട്ട് നമ്മൾ തെങ്ങ് കയറുന്ന മിഷ്യൻ ഉണ്ടല്ലോ, ആ മിഷ്യൻ വെച്ചിട്ടാണ് അവരതിൽ കയറിയിട്ട് തെങ്ങ് മുറിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് മുറിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ മുറിക്കുന്ന ആ ഒരു ടൈമിൽ തല പോയിരിക്കണ തെങ്ങാണ് കേട്ടോ. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോയിലൊക്കെ. അപ്പോൾ അതൊന്ന് മുറിക്കാൻ വരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മുറിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടണം കേട്ടോ. ഇനിയിപ്പോൾ അത്
അതിൽ കയറാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.